ഹായ് ആൾ, വെൽക്കം. സോ നമ്മൾ ഇന്ന് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റനാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലും നമ്മൾ പഠിച്ച പ്രോബ്ലംസ് നിങ്ങൾക്ക് നല്ലോണം അറിയാമെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, ഗോ ടു ദ വീഡിയോ. പറ്റുമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷനും ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്ന സൊല്യൂഷനും എത്രത്തോളം മാച്ച് ആവുന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് നല്ലപോലെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെറ്റർ. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ പഠിക്കുക, ലേൺ ദിസ് ഓൾസോ. ഓക്കെ, ഇങ്ങനെ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പഠിക്കുക. ഓക്കെ, ട്രൈ. നിങ്ങൾ ശ്രമിച്ചതിന് ശേഷം പരാജയപ്പെടുകയാണെങ്കിൽ വാ, ശരിയാവുകയാണെങ്കിൽ വാ, ചെക്ക് ചെയ്യുക. ഓക്കെ, വെറുതെ ബ്ലഫ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നിങ്ങൾക്ക് മുമ്പത്തെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ച് പഠിക്കുക ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യും വോം ഗിയർ. അത് കഴിഞ്ഞ് ഞാൻ മോഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ കേരള യൂണിവേഴ്സിറ്റി. ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ വോം ഗിയർ ഇതുവരെയും നമുക്ക് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടില്ല, KTUവിന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. അപ്പം എൻ്റെ കയ്യിലുള്ള ഒരു കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഡിസൈൻ എ വോം ഗിയർ ടു ട്രാൻസ്മിറ്റ് 22.5 kW at a warm speed of 1440 RPM. Velocity ratio is 24:1. An efficiency of at least 85% is desired. The temperature rise should be restricted to 40 degrees Celsius. Determine the required cooling area. Service conditions are intermittent operations with a medium shock load. So, ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഗിവൻ ഡേറ്റാസ് എഴുതുക. അതിന് മുമ്പ് നമ്മൾ പഠിച്ച മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണോ വന്നിരിക്കുന്നത് നോക്കുക. ഡിസൈൻ എ വോം ഗിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർമൽ ഡിസൈൻ പ്രോബ്ലം ആണ്. ഡിസൈൻ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. എന്തെങ്കിലും അഡീഷണൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ ലാസ്റ്റ് ഡിറ്റർമൈൻ ദ റിക്വയർഡ് കൂളിംഗ് ഏരിയ. കൂളിംഗ് ഏരിയ കണ്ടുപിടിക്കുക. കൂളിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാസ്റ്റ് സ്റ്റെപ്പിൽ, അതായത് നമ്മുടെ ഹീറ്റ് ഡെസിപ്പേറ്റഡ് ഇക്വേഷനകത്തുണ്ട് കൂളിംഗ് ഏരിയ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, AGAW. അതെങ്ങനെ കണ്ടുപിടിക്കണം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. സ്റ്റെപ്പിൽ വരുന്ന മാറ്റം എന്താണെന്ന് അവിടെ പോയി നോക്കുക. ഓക്കെ, അതുപോലെ ലാസ്റ്റ് സെൻറ്റൻസ് ഉണ്ടോ, സർവീസ് കണ്ടീഷൻസ് ആർ ഇൻ്റർമീഡിയറ്റ് ഓപ്പറേഷൻസ് വിത്ത് മീഡിയം ഷോക്ക് ലോഡ്. ആ സെൻറ്റൻസ് ഈ ക്വസ്റ്റ്യനിൽ ഇല്ലായിരുന്നു. അത് ഞാൻ ആഡ് ചെയ്തതാണ്. കാര്യം അത് സർവീസ് കണ്ടീഷൻസ് വന്നാൽ സർവീസ് ഫാക്ടർ എടുക്കണം. നിങ്ങൾക്കറിയാമല്ലോ, സർവീസ് ഫാക്ടർ എടുക്കുകയാണെങ്കിൽ എങ്ങനെ മാറ്റം വരുമെന്നും കൂടെ നിങ്ങൾ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് സർവീസ് ഫാക്ടർ വന്നിട്ടില്ല, 1 ആണ് ഇട്ട് ചെയ്തത്. ഇവിടെ സർവീസ് ഫാക്ടർ കൺസിഡർ ചെയ്യണം. നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ടേബിൾ അല്ല എടുക്കേണ്ടത്. വോം ഗിയറിന് പ്രത്യേകം സർവീസ് ഫാക്ടർ ടേബിൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഈ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തത്. യൂണിവേഴ്സിറ്റിക്ക് സർവീസ് ഫാക്ടർ ചോദിച്ചില്ല. അത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലാസ്റ്റ് സെൻറ്റൻസ് ഞാൻ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. നോർമൽ ഡിസൈൻ പ്രോബ്ലം ആണ്. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഏരിയ ഓഫ് കൂളിംഗ് കണ്ടുപിടിക്കണം. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് ഗിവൺ ഡേറ്റാസ് ആദ്യം എഴുതാം. ക്വസ്റ്റ്യൻ വായിച്ച് ഡിസൈൻ എ വോം ഗിയർ ടു ട്രാൻസ്മിറ്റ് 22.5 kW. അപ്പോൾ പവർ ഗിവൺ ക്യാപിറ്റൽ P is equal to 22.5 kW. അത് കഴിഞ്ഞ് അറ്റ് വോം സ്പീഡ് 1140 RPM. അപ്പോൾ അത് N1 is equal to 1440 RPM. ഇനി ആരുണ്ട്? വെലോസിറ്റി റേഷ്യോ 24:1, അതായത് I is equal to 24. ഓക്കെ, ആൻഡ് എഫിഷ്യൻസി ഓഫ് അറ്റ്ലീസ്റ്റ് 85% is desired. എഫിഷ്യൻസി തന്നിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 85%. Okay, the temperature rise should be restricted to 40 degrees Celsius. Delta T is equal to 40 degrees Celsius. Okay, determine the required cooling area. കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത കഴിഞ്ഞ് സർവീസ് കണ്ടീഷൻസ്. അത് നമുക്ക് ഇക്വേഷനിൽ പോകുമ്പോൾ എടുക്കാം. സർവീസ് കണ്ടീഷൻസ്. അപ്പോൾ ഇത്രയും ഡേറ്റാസ് ആണ് ഗിവൺ ആയിട്ടുള്ളത്. പവർ തന്നിട്ടുണ്ട്, RPM തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്, എഫിഷ്യൻസിയും ഡെൽറ്റ T തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം N1 I തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് N2 കണ്ടുപിടിക്കാം. എന്താണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ? I is equal to N1/N2 is equal to D2/D1 is equal to D2/D1 ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം വോം ഗിയർ അല്ലെങ്കിൽ ഫെയിൽ ആവും. സോ D2/D1 എഴുതണ്ട. is equal to Z2/Z1. ഇതാണല്ലോ നമ്മുടെ സ്റ്റാൻഡേർഡ് റിലേഷൻ. അപ്പോൾ therefore നമുക്ക് N2 കിട്ടണം. N2 is equal to N1 divided by I താഴെ ഒരു N2 മുകളിൽ പോകും. is equal to N1 എത്ര? 1440 divided by I എത്ര? 24. സോൾവ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ വാല്യൂ, ഐയുടെ വാല്യൂ കിട്ടുന്നത്, ഐയുടെ അല്ല N2ൻ്റെ വാല്യൂ കിട്ടുന്നത് 60 എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ 60 ആണ്. N2 കണ്ടുപിടിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് N2 വേണം. കാര്യം ബേസ്ഡ് ഓൺ എപ്പോഴും നമ്മൾ വോം വീലാണ് ഡിസൈൻ ചെയ്യുന്നത്. കാര്യം വോം വീലാണ് വീക്കർ പാർട്ട്. അതുകൊണ്ട് നമ്മൾ N2 ഇപ്പോഴേ കണ്ടുപിടിച്ച് വെച്ചതാണ്. അടുത്ത് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്താണ്? മെറ്റീരിയൽ സെലക്ഷൻ. മെറ്റീരിയൽ സെലക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിനിയനും ഗിയറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കാം. ക്വസ്റ്റിന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഈ ക്വസ്റ്റിനിൽ മെറ്റീരിയലിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പിനിയൻ ഗിയർ എന്ന് എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ വോം വീൽ എന്നും എഴുതാം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ്, നിങ്ങൾക്ക് ഏതാണ് കോൺഫിഡൻസ് ഉള്ളത് അതുപോലെ എഴുതാം. അപ്പോൾ പിനിയൻ ഗിയർ, പിനിയൻ്റെത് ഏത് മെറ്റീരിയൽ? അസ്യൂം ഇഷ്ടമുള്ളൊരു സ്റ്റീൽ അസ്യൂം ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അതിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ആവശ്യമില്ല. സോ നമുക്ക് അസ്യൂം C30 സ്റ്റീൽ അല്ലെങ്കിൽ C40 സ്റ്റീൽ, എനിക്ക് ഇഷ്ടമുള്ള ഇരിക്കുമോ. മറ്റേത് ഞാൻ പറഞ്ഞ എപ്പോഴും ഫോസ്ഫർ ബ്രോൺസ് ആണ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ. ഫോസ്ഫർ ബ്രോൺസ് തന്നെ ഇടുമെന്നും നിർബന്ധമൊന്നുമില്ല. ഡേറ്റാ ബുക്കിൽ വേറെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഇതിന് സ്പെഷ്യൽ ഒരു ടേബിളും ഉണ്ട്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എപ്പോഴും ഫോസ്ഫർ ബ്രോൺസ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. സിഗ്മ D1 = സിഗ്മ D2 എഴുതുക. അത് എവിടെ നിന്ന് എടുക്കും? ഡേറ്റാ ബുക്ക് എടുക്കുക, പേജ് നമ്പർ 234, ടേബിൾ 12.7. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 234, പേജ് നമ്പർ 234, ടേബിൾ 12.7. കണ്ടോ? ടേബിൾ 12.7 എടുക്കുക. ടേബിൾ 12.7 വാല്യൂസ് നോക്കുക. നമ്മളെടുത്ത മെറ്റീരിയൽ ഏതാണ്? C30 സ്റ്റീൽ. കണ്ടോ? C30 സ്റ്റീലിൻ്റെ വാല്യൂ 220.6. ഹാർഡൻഡ് സ്റ്റീലും ഫോസ്ഫർ ബ്രോൺസാണ് ഏറ്റവും നല്ലത്. ഹാർഡൻഡ് സ്റ്റീൽ ഇതിലില്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റീൽ എഴുതിയാൽ മതി. ഹാർഡൻഡ് സ്റ്റീൽ ഉണ്ടെങ്കിൽ അത് എഴുതുക. ആകെ ഇതിനകത്തുള്ള ഒരു കേസ് ഹാർഡനിങ് സ്റ്റീൽ മാത്രമാണ് ഇതിനകത്തൊരു ഹാർഡൻഡ് സ്റ്റീൽ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ ഏതെങ്കിലും എഴുതിയാൽ മതി, അതിൽ റിലവൻസ് ഇല്ല. ഓക്കെ, കെ കണ്ടുപിടിക്കുന്നിടത്ത് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. അടുത്ത് ഫോസ്ഫർ ബ്രോൺസിൻ്റെ വാല്യൂ. ഓക്കെ, ഫോസ്ഫർ ബ്രോൺസ് ഗിയർ 82.4 മെഗാ പാസ്കൽ. ഇവിടെയും മെഗാ പാസ്കൽ. ഓക്കെ, അപ്പോൾ രണ്ട് മെറ്റീരിയൽ പ്രോപ്പർട്ടി കിട്ടി. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് 2 എന്താണ്? ഐഡൻറ്റിഫൈ വീക്കർ പാർട്ട്. ഐഡൻറ്റിഫൈ വീക്കർ പാർട്ടിൽ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും വോം വീലായിരിക്കും വീക്കർ. അതിനൊരു സെൻറ്റൻസ് ആക്കി എഴുതുക. ഒരിക്കലും ഇത് കാണാതെ പഠിക്കരുത്. കൺസെപ്റ്റ് എന്തെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസിൽ എഴുതിയാൽ മതി. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. അത് നിങ്ങളുടെ അസംഷൻ അല്ല, നിങ്ങളുടെ കൺക്ലൂഷൻ എന്താണോ അത് അവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുന്നതേ ഉള്ളൂ. അതിന് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എഴുതാം. അതായത് ഗ്രാമാറ്റിക്കൽ ഡിഫറൻസിനൊന്നും കാര്യമില്ല. സോ കൺസെപ്റ്റ് മനസ്സിലാക്കി അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തുവാ കൺസെപ്റ്റ്? വോം വീലും എടുത്തു കഴിഞ്ഞാൽ വോം വീലിന് എപ്പോഴും സ്ലൈഡിങ്ങും റോട്ടറി ആക്ഷൻ കമ്പൈൻഡ് ആക്ഷൻ ആയിരിക്കും. അതായത് ഒരേ സമയം സ്ലൈഡ് ചെയ്യാനും ഒരേ സമയം റൊട്ടേറ്റ് ചെയ്യാനും ഉള്ള ടെൻഡൻസി വോമിനുണ്ടാവും. അത് കാരണം വോമിന് ഓവർ ഹീറ്റ് ഉണ്ടാവും. ഈ ഓവർ ഹീറ്റിംഗ് ഫെയിലിയറിന് കാരണമാവും. ഈ ഓവർ ഹീറ്റിംഗ് സ്ലിപ്പിനും കാരണമാവും, ഫെയിലിനും കാരണമാവും. എന്തുകൊണ്ട്? സ്ലൈഡിങ് ആക്ഷനും റോട്ടറി ആക്ഷനും. അതുകൊണ്ട് വോം വീൽ പെട്ടെന്ന് ഫെയിൽ ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ വോം വീൽ. ഇത്രേ ഉള്ളൂ. അപ്പോൾ കമ്പൈൻഡ് സ്ലൈഡിങ് ആക്ഷൻ്റെയും റോട്ടറി ആക്ഷൻ്റെയും കാര്യം എഴുതുക, ഓവർ ഹീറ്റിൻ്റെയും സ്ലിപ്പിൻ്റെയും കാര്യം എഴുതുക. അതുകൊണ്ട് വോം വീൽ ഈസ് വീക്കർ ദാൻ വോം. വോമിനെക്കാട്ടിലും വോം വീൽ വീക്കർ ആയിരിക്കും. ദെയർഫോർ ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ വോം വീൽ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എഴുതുന്നത് പഠിച്ചു വയ്ക്കാം. Since worm wheel is subjected to combined sliding and rotary action അല്ലെങ്കിൽ rotating action, rotary force എന്ന് എഴുതാം. action which results in overheating and slip. Therefore worm wheel like worm gear nu ezhudam is weaker than worm. Therefore design is based on worm wheel. ഓക്കെ, സോ വീക്കർ പാർട്ടായ വോം വീലിനെ ബേസ് ചെയ്താണ് നമ്മൾ, അല്ലെങ്കിൽ വോം ഗിയറിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് 3 എന്തുവാണ്? ഫൈൻഡ് ദ ഡയമീറ്റർ.
ഫൈൻഡ് ദ ഡയമീറ്റർ. ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നേരത്തെ എന്തോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുക, കൂടുതലൊന്നും അറിയണ്ട. ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുക, നമ്മൾ വെറുതെ ഒന്നും കാണാമെന്നൊന്നും പഠിക്കണ്ട. ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ പേജ് നമ്പർ 223, ഇക്വേഷൻ 12.51a. d1 is equal to a raised to 0.875 എന്ന് പറഞ്ഞ ഇക്വേഷൻ. സോ എഴുതുക d1 is equal to a raised to 0.875 divided by 1.466. a raised to 0.875 divided by 1.466 ആണ് ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ. സോ ഇതിനകത്ത് a അറിയണം, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അറിയണം. അത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ക്വസ്റ്റിനിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പവർ ഇക്വേഷൻ ആണ്. അത് ഏറ്റവും ലാസ്റ്റ് പേജിലുണ്ട്. പേജ് നമ്പർ 228 എടുക്കുക. പേജ് നമ്പർ 228 ലാസ്റ്റ് ഇക്വേഷൻ, അതിൽ SI യൂണിറ്റിലുള്ള ഇക്വേഷൻ എടുക്കാം. അതായത് ഇക്വേഷൻ 12.68a. പവർ ഇസ് ഈക്വൽ ടു ആ ഇക്വേഷൻ എഴുതുക, അതിനകത്ത് നിന്ന് a കണ്ടുപിടിക്കുക. ഓക്കെ, ആ a ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത ഡയമീറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. സൈഡിൽ പവർ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 0.0295 0.02905 ആണ്. 905 ഇൻറ്റു a raised to 1.7 divided by I plus 5. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വാല്യൂ എത്ര വേണമെങ്കിൽ ഇപ്പം തന്നെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. a ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് a ഇതെല്ലാം ഇപ്പുറത്തോണ്ട് വരാം. പവർ ഇൻറ്റു I plus 5 divided by 0.02905. ഓക്കെ, the whole raised to 1/1.7 എടുത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ 1/1.7 എടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ കിട്ടും. ഇതിൽ ഐയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് ഐയുടെ വാല്യൂ? 24. പിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 22.5. അത് ഇൻ കിലോ വാട്ടിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വാട്ട്സിലോട്ട് മാറ്റരുത്. അത് അതിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അതെ, പവർ ഇൻ കിലോ വാട്ടാണ് കണ്ടോ. പവർ ഇൻ കിലോ വാട്ടിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ആ ഡേറ്റ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സോ 22.5 ഇവിടെ ഇടുക, ഐയുടെ അവിടെ 24 ഇടുക. ഓക്കെ, രണ്ടും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. അപ്പോൾ കിട്ടുന്ന എയുടെ വാല്യൂ എന്ന് പറയുന്നത് 362.8 എന്ന് കിട്ടും. 362.8 എന്ന് കിട്ടും മില്ലിമീറ്റർ. ഓക്കെ, ഇതിനെ നിങ്ങൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. എല്ലാ ഡയമെൻഷനും സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞ് നിങ്ങളെല്ലാം മൾട്ടിപ്പിൾ ഓഫ് 5 സ്റ്റാൻഡേർഡൈസ് ചെയ്താൽ മതി. ഒരു 500-നൊക്കെ മുകളിൽ വരികയാണെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 10 സ്റ്റാൻഡേർഡൈസ് ചെയ്തു. അതുവരെ 5 സ്റ്റാൻഡേർഡൈസ് ചെയ്തു. ഈ വോം ഗിയറിൽ എന്ത് സ്റ്റാൻഡേർഡൈസ് ചെയ്താലും നമുക്ക് ഒന്നിനും ടേബിളില്ല, മോഡ്യൂളിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും ടേബിളില്ല. സോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ മതി. ചെറിയ 100-ന് താഴെയുള്ള എലമെൻറ്റ്സ് എന്തെങ്കിലും ആണ് വാല്യൂ ആണെങ്കിൽ ഈവൻ നമ്പറിൽ റൗണ്ട് ചെയ്താലും മതി. അതിന് മുകളിലോട്ടുള്ള എല്ലാം മൾട്ടിപ്പിൾ ഓഫ് 5 റൗണ്ട് ചെയ്യുക. 500-നൊക്കെ മുകളിൽ വരുവാണെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 10 എടുക്കാം. ഇപ്പോൾ ഈ വാല്യൂ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വാല്യൂ ടെക്സ്റ്റിലൊക്കെ 10 റൗണ്ട് ചെയ്തേക്കുന്നത്. അതായത് 362 കഴിഞ്ഞാൽ 370 എടുത്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 370 എടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഫ്രീഡം. ഓക്കെ, എന്ന് വെച്ചാൽ ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്ത് പോകരുത്, നിയറസ്റ്റ് ആയിട്ടുള്ളതിൽ റൗണ്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എല്ലാം മൾട്ടിപ്പിൾ ഓഫ് 5 ചെയ്തേക്കുന്നത്. അതും ശരിയാണ്. ടെക്സ്റ്റ് ചെയ്യുന്ന പോലെ മൾട്ടിപ്പിൾ ഓഫ് 10 ചെയ്താലും ശരിയാണ്. അപ്പോൾ 362.8 മതി. ഞാൻ ഇതിനെ 365 എന്നാണ് ആക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ആയിരുന്നെങ്കിൽ 370 എടുത്തേ. രണ്ടും ശരിയാണ്. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു 365 മില്ലിമീറ്റർ. ഓക്കെ, 365 എന്ന് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 370 എടുക്കാം, നിങ്ങളുടെ ചോയ്സ്. അപ്പോൾ ഇസ് ഈക്വൽ ടു ഞാൻ ഇവിടെ എഴുതാൻ 365 റൈസ് ടു 0.875 ഡിവൈഡഡ് ബൈ 1.466. അപ്പോൾ D1 കിട്ടും. D1-ൻ്റെ വാല്യൂ എത്ര കിട്ടും? D1-ൻ്റെ വാല്യൂ കിട്ടുന്നത് സ്മോൾ d1 ഓക്കെ, സ്മോൾ d1-ൻ്റെ വാല്യൂ 119.08 എന്ന് കിട്ടും മില്ലിമീറ്റർ. അതിനെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് എഴുതാം 120 മില്ലിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, D1 കിട്ടിക്കഴിഞ്ഞാൽ D2 കണ്ടുപിടിക്കണം. അത് എളുപ്പമാണ്. എങ്ങനെയാണ്? A ഈസ് ഈക്വൽ ടു എന്താണ്? D1 + D2/2 സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? A അറിയാം, D1 അറിയാം. സോ എയുടെ വാല്യൂ 365 ഇസ് ഈക്വൽ ടു 120 + D2/2. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് D2-ൻ്റെ വാല്യൂ കിട്ടും. എത്ര കിട്ടുന്ന D2-ൻ്റെ വാല്യൂ? 610 എന്ന് കിട്ടും. 610 മില്ലിമീറ്ററിന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ എൻ്റെ ഇല്ല, ഞാൻ തന്നെ സോൾവ് ചെയ്തതാണ്. ഞാൻ സ്ക്രൂട്ടിനി ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഉടനെ തന്നെ എന്നെ അറിയിക്കുക. അല്ലെങ്കിൽ ചില സ്റ്റുഡൻസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ തെറ്റ് പഠിക്കും. ഓക്കെ, ഞാനിത് ഒരു തവണ ജസ്റ്റ് ഒന്ന് നോക്കി, എങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരാം. എൻ്റെ ഇതിൻ്റെ സൊല്യൂഷൻ ഒന്നുമില്ല, ചെയ്തത് ശരിയാണെന്ന് വിശ്വസിച്ചാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് എവിടെയെങ്കിലും നിങ്ങൾ കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ എന്നെ അറിയിക്കുക. ഓക്കെ, സോ D1 കിട്ടി, D2 കിട്ടി. ഫൈൻഡ് ദ ഡയമീറ്റർ സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് 4.
സ്റ്റെപ്പ് 4. എന്താണ് സ്റ്റെപ്പ് 4? ഫൈൻഡ് ദ മോഡ്യൂൾ. മോഡ്യൂൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ടാൻജൻഷ്യൽ ഫോഴ്സ് Ft is equal to sigma d CV BYM. ഈ ക്വസ്റ്റൻ എവിടെ ഉണ്ട്? ഡേറ്റാ ബുക്കിലുണ്ട്. ഡേറ്റാ ബുക്ക് പേജ് നമ്പർ ആ ഡയമീറ്റർ കണ്ടുപിടിച്ച ഇക്വേഷന് താഴെ കിടപ്പുണ്ട്. ഇത് 223. ഓക്കെ, സോ പേജ് നമ്പർ 223 ഇക്വേഷൻ 12.53a കണ്ടോ? സിഗ്മ ഡി CV BYM. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ മോഡ്യൂളാണ് വേണ്ടത്. അപ്പോൾ ഓരോ അൺനോണായിട്ട് കണ്ടുപിടിക്കുക. മോഡ്യൂളിൻ്റെ ഇക്വേഷൻ അപ്പോൾ എന്തോ Ft ഡിവൈഡഡ് ബൈ സിഗ്മ ഡി CV BY എന്നാവും. ഇനി ഓരോന്നായിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, Ft ലാസ്റ്റ് കണ്ടുപിടിക്കാം. സിഗ്മ ഡി അറിയാം. CV കണ്ടുപിടിക്കാൻ എന്ത് വേണം? വെലോസിറ്റി ആണ്. അപ്പോൾ ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? പൈ d2 n2/60 എടുക്കുക. ഓക്കെ, പൈ d2 n2/60 എടുക്കുക. പൈ ഇൻറ്റു d2 ഡയമീറ്റർ 2 എത്ര? 610 ഇൻറ്റു n2 എത്ര? 60 ഡിവൈഡഡ് ബൈ 60 ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. വെലോസിറ്റിയുടെ വാല്യൂ കിട്ടുന്നത് 1.916 എന്ന് കിട്ടും. 1.916 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ആരെ കണ്ടുപിടിക്കാം? CV കണ്ടുപിടിക്കാം. CV ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇങ്ങോട്ട് എഴുതാം. CV നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡേറ്റാ ബുക്കിൽ ഈ ഇക്വേഷൻ്റെ തൊട്ട് താഴെ കിടപ്പുണ്ട്. എടുത്ത് കാണിക്കുന്നില്ല. അതായത് FTയുടെ ഇക്വേഷൻ്റെ തൊട്ട് താഴെ കിടപ്പുണ്ട്. 6.1 ഡിവൈഡഡ് ബൈ 6.1 പ്ലസ് വെലോസിറ്റി. ഓക്കെ, ഇസ് ഈക്വൽ ടു 6.1 ഡിവൈഡഡ് ബൈ 6.1 പ്ലസ് 1.916. സോൾവ് ചെയ്യുമ്പോൾ 1നേക്കാൾ താഴെയുള്ള ഒരു വാല്യൂ കിട്ടണം. കിട്ടുന്നത് 0.76 എന്ന് കിട്ടും. 0.76 എന്ന് കിട്ടും. അപ്പോൾ CVയും കിട്ടി. അപ്പോൾ CV ആയി. ഇനി ആരെ വേണ്ടത്? സ്മോൾ ബി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് അടുത്തടുത്ത പേജിൽ കിടപ്പുണ്ട്. സ്മോൾ ബി കണ്ടുപിടിക്കാനായിട്ട് 2 പേജ് മറിച്ചാൽ മതി. 227 പേജ് നമ്പർ 227 ഇക്വേഷൻ 12.64 ഏറ്റവും ലാസ്റ്റ് ഇക്വേഷൻ 12.64 കണ്ടോ? B is equal to 0.8 a raised to 0.875 divided by 2 is equal to a raised to 0.875 the whole divided by 2 is equal to a യുടെ വാല്യൂ നമുക്കറിയാം 365 അല്ലേ? 365 the whole raised to 0.875 the whole divided by 2. സോൾവ് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ കിട്ടും. ബിയുടെ വാല്യൂ കിട്ടുന്നത് സ്മോൾ ബി 87.29 എന്ന് കിട്ടും. 87.29 മൾട്ടിപ്പിൾ 5 ഞാൻ റൗണ്ട് ചെയ്യുന്നു. സോ സ്റ്റാൻഡേർഡ് വാല്യൂ 90 മില്ലിമീറ്റർ. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് തന്നെ എഴുതണം, അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ എഴുതരുത്. സ്പേസ് കുറവാണെങ്കിൽ ഇങ്ങനെ എഴുതുന്നതാണ്. സ്മോൾ ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്പേസ് വിട്ടാണ്. ഓക്കെ, അതൊക്കെ എഴുതുക ലെഫ്റ്റ് സൈഡിൽ. ചുമ്മാ സ്മോൾ ബി CV എന്നൊന്നും എഴുതി വെക്കില്ല കേട്ടോ. ഇത് V2 ആണ്. ഇനി എന്തോ B ആയി. ഇനി ആരെ വേണ്ടത്? Y കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അല്ല, നമുക്ക് ഡയറക്റ്റ് ടേബിളിൽ നിന്ന് Y കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. Y കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 12.28 ആണെന്ന് തോന്നുന്നു. 12.28 തന്നെ. ഓക്കെ, സ്മോൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ ടേബിൾ 12.28C. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? ആൽഫ വേണം. ക്വസ്റ്റ്യനിൽ ആൽഫ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ആൽഫ തന്നിട്ടില്ല. പ്രഷർ ആംഗിളെന്നോ ഫേസ് ആംഗിളെന്നോ പറയും. തന്നിട്ടില്ല. ആൽഫ തന്നിട്ടില്ല. അപ്പോൾ ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ടേബിളിൽ നിന്ന് നോക്കാം. ആൽഫ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് പേജിലെ ടേബിളിൽ നിന്ന് നോക്കാം. അപ്പോൾ അതിന് എന്തോ വേണം? നമുക്ക് എന്തോ വേണ്ടത്? സിംഗിൾ ആണോ ഡബിൾ ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതിനാണ് എന്ത് തന്നിരിക്കുന്നത്? വെലോസിറ്റി റേഷ്യോ ടേബിൾ 12.28B നോക്കുക. വെലോസിറ്റി റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. വെലോസിറ്റി റേഷ്യോ എത്രയാണ്? 24. സോ വെലോസിറ്റി റേഷ്യോ 20 ആൻഡ് എബോവ് ആണെങ്കിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് ത്രെഡ് ഇൻ വോം ഈസ് സിംഗിൾ. അതായത് നമ്പർ ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് സിംഗിൾ ആണ്, 1 ആണ്. Z1 ആണ്. അപ്പോൾ Z1ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇനി ടേബിൾ നോക്കാം. കണ്ടോ? Z1 സിംഗിൾ ആൻഡ് ഡബിൾ ത്രെഡ് ആണെങ്കിൽ നോർമൽ പ്രഷർ ആംഗിൾ ആൽഫ 14.5 ഡിഗ്രി. ട്രിപ്പിളോ ക്വാഡ്രപ്പിളോ അതായത് Z1ൻ്റെ വാല്യൂ 3 or 4 ആണെങ്കിൽ 20, 1 or 2 ആണെങ്കിൽ 14.5. മനസ്സിലായോ? അതല്ലെങ്കിൽ പ്രീവിയസ് പേജ് ഇതും സെയിം ആണ്. കണ്ടോ? സിംഗിളോ ഡബിൾ ആണെങ്കിൽ 14.5. നമുക്കിപ്പോൾ Z1 1 ആണെന്ന് ആ ടേബിളിൽ നിന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു 14.5 ഡിഗ്രി. അത് അവിടെ നീറ്റായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, സോ ഇനി കണ്ടുപിടിക്കാനുള്ളതാണ് സ്മോൾ വൈ. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. സ്മോൾ വൈ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ആദ്യം ആരെയും എടുക്കണ്ടേ? I ഇസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ എത്ര? 24. ദെയർഫോർ ഐയുടെ വാല്യൂ 24 ആണെങ്കിൽ Z1 ഇസ് ഈക്വൽ ടു 1. അതെവിടെ നിന്ന് കിട്ടി? ഫോമായിട്ട് എഴുതുക. ടേബിൾ 12.28 സ്മോൾ ബി അല്ലേ?
സ്മോൾ ബി. ഓക്കെ, അവിടെ നമുക്ക് എന്തോ കിട്ടി? I24 ആയതുകൊണ്ട് Z1ൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, Z1 = 1 ആയതുകൊണ്ട് therefore എന്ത് കിട്ടി? ആൽഫയുടെ വാല്യൂ എത്ര കിട്ടും? 14.5 എന്ന് കിട്ടും. 14 അല്ലെങ്കിൽ 14.5 എന്ന് എഴുതുക, ഡിഗ്രി എന്ന് കിട്ടും. അത് എവിടെ നിന്ന് കിട്ടി? ടേബിൾ 12.26 അല്ലെങ്കിൽ 27 എന്ന് എഴുതുക, രണ്ടിന്നും കിട്ടും. ഓക്കെ, ഒന്നുകിൽ 12.26 അല്ലെങ്കിൽ 12.27. ഓക്കെ, ഇത് നിങ്ങൾ എക്സാമിന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ നീറ്റായിട്ട് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ആൽഫ 14.5 ആണെങ്കിൽ സ്മോൾ വൈയുടെ വാല്യൂ എത്ര? 0.1. അതെവിടെ നിന്ന് കിട്ടി? ടേബിൾ 12.28C. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മോൾ വൈയുടെ വാല്യൂ കിട്ടി. സ്മോൾ വൈയുടെ വാല്യൂ കിട്ടിയ എല്ലാ വാല്യൂവും കിട്ടി. ഇനി എന്ത് ചെയ്യണം? എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി ഒരാളെ കൂടെ കണ്ടുപിടിക്കണം, FT. ഓക്കെ, FT കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മോഡ്യൂൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആരെ കിട്ടാം? FT കണ്ടുപിടിക്കാം. FT ഇക്വേഷൻ എന്താണ്? FT ഇക്വേഷൻ നിങ്ങൾക്ക് ഒന്നുകിൽ ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ കൊടുക്കണം, അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. 1000 PCS ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഡേറ്റാ ബുക്കിൽ ഇതിന് പുറമെ ഈ ഇക്വേഷൻ ഡേറ്റാ ബുക്കിലില്ല, പക്ഷേ FT കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ അവർ ഇതിന് പുറമെ ഒരു സാധനം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, KL. നമ്മൾ ഇതുവരെ ഒരു പ്രോബ്ലത്തിൽ KL എടുത്തില്ല, കാര്യം KL എല്ലായിടത്തും വരുന്നില്ല. കാര്യം KL കൺസിഡർ ചെയ്താലും അതിന് 1 എന്നേ ഇടാൻ പറ്റത്തുള്ളൂ. KL എന്ന് പറഞ്ഞാൽ ലോഡ് ഫാക്ടറാണ്. അത് ഏത് മെഷീൻ ഉപയോഗിക്കുന്നതനുസരിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇത് ഒരു പ്രോബ്ലത്തിലും മെഷീൻ്റെ പേര് പറഞ്ഞിട്ടില്ല, കംപ്രസറെന്നോ പമ്പെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുന്നതാണ് KL. ഈ പ്രോബ്ലത്തിലും ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല, മെഷീൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. സപ്പോസ് മെഷീൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KLൻ്റെ വാല്യൂവും കൂടെ നോക്കണം കേട്ടോ. അത് ഇനി മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ കൺസിഡർ ഈ KLൻ്റെ വാല്യൂ ഒക്കെ 1 ഉള്ളൂ, അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. ഇപ്പോൾ ഇത് എങ്ങനെ ഇപ്പോൾ KL വന്നാൽ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 1000 PCS × KL ഡിവൈഡ് ബൈ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് പവർ അറിയാം, 1000 × പവർ 22.5 ഇൻറ്റു ഇനി ആരെയും വേണ്ട CS-ഉം KL-ഉം വെലോസിറ്റിയും അറിയാം. വെലോസിറ്റി എത്ര? 1.916. CS സർവീസ് ഫാക്ടർ. നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ സർവീസ് ഫാക്ടർ 1 ആണ് എടുത്തത്. കാര്യം സർവീസ് കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, 1 എന്ന് എടുത്താൽ മതി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് സർവീസ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർമീഡിയറ്റ് സർവീസ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മീഡിയം ഷോക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേബിൾ ഇപ്പോൾ എടുക്കാം. കണ്ടോ, ടേബിൾ 12.8 സർവീസ് ഫാക്ടർ ഫോർ ഗിയേഴ്സ്. ഈ ഇതിൽ നിന്ന് സർവീസ് ഫാക്ടർ എടുക്കരുത്. നമ്മൾ മുമ്പത്തെ ഗിയറുകൾക്കല്ല, അതായത് സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ബിവൽ ഗിയറിനൊക്കെ സർവീസ് ഫാക്ടർ ഇവിടെ നിന്നാണ് എടുത്തത്. പക്ഷേ ഓമിന് സർവീസ് ഫാക്ടർ എടുക്കാൻ പ്രത്യേക ഒരു ടേബിളുണ്ട്, അവിടെ നിന്ന് തന്നെ എടുക്കുക. സർവീസ് ഫാക്ടർ കണ്ടുപിടിക്കണം. പേജ് നമ്പർ 247. പേജ് നമ്പർ 247-ലെ ടൈപ്പ് ഓഫ് സർവീസ് കണ്ടോ, ടൈപ്പ് ഓഫ് സർവീസ് മീഡിയം ഷോക്ക്. നമുക്ക് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് മീഡിയം ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് കോളം, മീഡിയം ഷോക്ക് തേർഡ് റോ, വാല്യൂ 1.5625 കണ്ടോ. അപ്പോൾ നമുക്ക് CS-ൻ്റെ വാല്യൂ 1.5625 ആണ് CS-ൻ്റെ വാല്യൂ. ഇനി ഇൻറ്റു KL ഉണ്ട്. KL ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ ഒരു മെഷീൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ KL ചുമ്മാ 1 എന്നിട്ട് കൊടുത്താൽ മതി. സപ്പോസ് മെഷീൻ്റെ പേരുണ്ടായിരുന്നെങ്കിൽ KL എവിടെ നിന്ന് എടുക്കണമെന്ന് അറിയണ്ടേ? അതിന് ഏറ്റവും ലാസ്റ്റ് ടേബിളിൽ പോവാം. കണ്ടോ, ഏറ്റവും ലാസ്റ്റ് ടേബിൾ കണ്ടോ, ഇതാണ് KL, ലോഡ് ഫാക്ടർ, അതാണ് KL. സോ KL-ൻ്റെ വാല്യൂ ഇവിടെ കുറേ KL കിടപ്പുണ്ട് കണ്ടോ. ഇത് എന്തെങ്കിലും മെഷീൻ്റെ പേരോ ആപ്ലിക്കേഷനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് KL എടുക്കണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ചുമ്മാ അങ്ങ് 1 എന്നിട്ട് കൊടുത്താൽ മതി. ഈ ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞാൽ ഞാൻ 1. സപ്പോസ് ഇവിടെ ഒരു എഞ്ചിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടർ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണെന്നുണ്ടെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നോക്കി സെൻട്രിഫ്യൂഗൽ പമ്പ് കണ്ടോ, സെൻട്രിഫ്യൂഗൽ പമ്പിന് നേരെ കിടക്കുന്ന വാല്യൂ 1.5. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ 1.5 ഇവിടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതൊന്നും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും പറയാത്തതുകൊണ്ട് ഞാൻ 1 എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും നോക്കാം. അപ്പോൾ FTയുടെ വാല്യൂ ഇടുന്നത് ഞാൻ മുകളിൽ എഴുതാം. FT = FTയുടെ വാല്യൂ ഇടുന്നത് 18348 18348.77 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതാണ് FTയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മോഡ്യൂളിൽ എല്ലാം കിട്ടി. ഇനി മോഡ്യൂളിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മോഡ്യൂളിൻ്റെ ഇക്വേഷൻ എഴുതാം. M = FTക്ക് വരും 18348.77 the whole divided by sigma d. Sigma d എത്ര? 82.4 into CV 0.76 CV 0.76 തന്നെ into B എത്ര? 90. sigma d CV B y എത്ര? പൈ into 0.1. ഓക്കെ, അപ്പോൾ എല്ലാ സാധനവും കിട്ടി. അപ്പം നമുക്ക് മോഡ്യൂൾ കിട്ടും. മോഡ്യൂൾ കിട്ടുന്നത് 10.36 എന്ന് കിട്ടും. ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോഡ്യൂൾ 10.36 മില്ലിമീറ്ററിന് കിട്ടും. അപ്പോൾ 10.36-നെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതിന് നമുക്ക് ടേബിളുണ്ട്.
ടേബിൾ എടുത്ത് നോക്കുക. ടേബിൾ 12.29 പേജ് നമ്പർ 245 നോക്കാം. ഫസ്റ്റ് കോളം ഇവിടെ 8 വരെ ഉള്ളൂ. അപ്പോൾ പേജ് മറിക്കുക. 10 കഴിഞ്ഞാൽ 12 കണ്ടോ, 10 കഴിഞ്ഞാൽ 12, ഒന്ന് കൂടുതൽ നോക്കണ്ട, 12. therefore standard module is equal to 12 millimeter. സ്റ്റാൻഡേർഡ് മോഡ്യൂൾ നമുക്ക് 12 മില്ലിമീറ്ററിന് കിട്ടി. അപ്പോൾ മോഡ്യൂൾ കിട്ടി. അടുത്ത കണ്ടുപിടിക്കാൻ ആര്? സ്റ്റെപ്പ് 5 ലീഡ് ആംഗിൾ. ലീഡ് ആംഗിൾ ആരാണ്? ലീഡ് ആംഗിൾ ഗാമ. സോ ഗാമ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പേജ് എടുക്കുക, പേജ് നമ്പർ 221. പേജ് നമ്പർ 221 എടുക്കുക. 221 ഇക്വേഷൻ നമ്പർ 12.46 എച്ച് എടുക്കുക. ഓക്കെ, അവിടെ നിന്ന് D1 is equal to ഏറ്റവും ലാസ്റ്റ് ഇക്വേഷൻ Z1 M2 by tan gamma. സോ D1 is equal to Z1 M2 divided by tan gamma. ഓക്കെ, D1 is equal to Z1 M2 by tan gamma. കറക്റ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് therefore tan gamma മോളിപ്പോയി D1 താഴെ വരും. എന്നിട്ട് tan ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പോൾ tan ഇൻവേഴ്സ് gamma is equal to tan inverse Z1 M2 by tan gamma. അതായത് Z1ൻ്റെ വാല്യൂ എത്ര? 1 ഇൻറ്റു M2ൻ്റെ വാല്യൂ എത്ര? 12 ഡിവൈഡഡ് ബൈ D1. D1ൻ്റെ വാല്യൂ എത്ര? 120 അല്ലേ? D1ൻ്റെ വാല്യൂ 120. സോ therefore 120 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഗാമയുടെ വാല്യൂ കിട്ടും. ഗാമ ഒരു ചെറിയ ആംഗിൾ ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗാമയുടെ വാല്യൂ ഇടുന്നത് 5.71 ഡിഗ്രി. ഓക്കെ, 5.71 ഡിഗ്രി. അപ്പോൾ ഗാമ കിട്ടി. അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് 6 ഡൈനാമിക് സ്ട്രെങ്ത്. ഡൈനാമിക് സ്ട്രെങ്ത് എന്നോ ഡൈനാമിക് ടൂത്ത് ലോഡെന്നോ എഴുതാം. ഡൈനാമിക് സ്ട്രെങ്ത് നൊട്ടേഷൻ FD എന്നോ FS എന്നോ ഇടാം. ഞാൻ ഇതുവരെ FS ആണ് എല്ലായിടത്തും, FD ആണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഡേറ്റ ബുക്കിൽ അവർ ഇതിന് FS എന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഡേറ്റ ബുക്ക് എടുക്കുക. ഈ മോഡ്യൂൾ കണ്ടുപിടിച്ച സെയിം പേജിൽ തന്നെ കിടപ്പുണ്ട് ഈ ഇക്വേഷനും. പേജ് നമ്പർ 223 എടുക്കുക. പേജ് നമ്പർ 223 ഇക്വേഷൻ 12.53A. ഓക്കെ, ആ ഇക്വേഷൻ എടുക്കുക. അതല്ല സോറി 53A അല്ല, താഴോട്ട് വരിക. 12.54 FS is equal to sigma d BYM. സോ FS is equal to sigma d BYM. FS എന്നോ FD എന്നോ നൊട്ടേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. sigma d 82.4 into B small b 90 into 90 into y എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു സ്മോൾ y 0.1 ഇൻറ്റു മോഡ്യൂൾ എത്ര? 12. 0.1 ആണെങ്കിൽ 1 അല്ല. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡൈനാമിക് സ്ട്രെങ്ത് കിട്ടും. ഡൈനാമിക് സ്ട്രെങ്തിൻ്റെ വാല്യൂ കിട്ടുന്നത് FS 27957.66 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 7 ഡൈനാമിക് സ്ട്രെങ്ത് കഴിഞ്ഞ് അടുത്തത് വിയർ സ്ട്രെങ്ത്. വിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ വിയർ ടൂത്ത് ലോഡെന്ന് എഴുതാം. FW is equal to FW കണ്ടുപിടിക്കാൻ ഇനി ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, നോക്കിക്കോളുക. FW കണ്ടുപിടിക്കാനായിട്ട് കുറച്ചുകൂടെ ബാക്കിലോട്ട് പോവുക. പേജ് നമ്പർ 227. നമ്മൾ മുമ്പൊക്കെ FW കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച ഇക്വേഷൻ FW is equal to D2BK is equal to D2B capital K. ഓക്കെ, ഇക്വേഷൻ നമ്പർ 12.62A. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇതുവരെ FW കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ക്വസ്റ്റിന് സർവീസ് ഫാക്ടർ തന്നിട്ടുണ്ട്. സർവീസ് ഫാക്ടർ തന്നു കഴിഞ്ഞാൽ തൊട്ട് താഴെ വേറെ FW ഇക്വേഷൻ കണ്ടോ? A cos gamma CV sigma C CS. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ ടെക്സ്റ്റിലൊന്നും ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, സത്യത്തിൽ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. കാര്യം സർവീസ് ഫാക്ടർ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്, അത് കൺസിഡർ ചെയ്തുള്ള FW ഇക്വേഷൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനും അത് യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇതിനകത്ത് ഇത് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും. ഇത് ചെയ്യാനായിട്ട് ഇതിനകത്തൊരു ക്യാപിറ്റൽ എ ഉണ്ട്. ക്യാപിറ്റൽ എ കണ്ടുപിടിക്കാനായിട്ട് HD1 psi by 57.3 എന്ന് എടുക്കണം. ആ എച്ച് കണ്ടുപിടിക്കാൻ വേറെ ടേബിളിൽ പോയി വേറെ ഇക്വേഷൻ എടുക്കണം. അത് കണ്ടുപിടിച്ച് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിഗ്മ സി എടുക്കാൻ വേറെ ടേബിളിൽ പോകണം. കുറച്ച് സമയം എടുക്കും. ഓക്കെ, സോ നിങ്ങൾ ഇത് ചെയ്യണ്ട. ടെക്സ്റ്റിലും ഇങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷേ ആക്ച്വലി ഇതാണ് ചെയ്യേണ്ടത്. സോ അത് നമുക്ക് വിടാം. നമുക്ക് നമ്മുടെ പഠിച്ച മെത്തേഡ് തന്നെ അങ്ങ് പോയാൽ മതി. CS തന്നാലില്ല, കാരണം CS നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. ഓക്കെ,
So is equal to d2bk. d2 ന്റെ വാല്യൂ 610 ഇൻറ്റു ബി 90 ഇൻറ്റു കെ. കെ കണ്ടുപിടിക്കാൻ ടേബിളിൽ പോവാം. കെ ക്വസ്റ്റിന് പറഞ്ഞിട്ടും ഇല്ലല്ലോ. അപ്പോൾ ടേബിൾ എടുക്കുക. ടേബിൾ 12.30, പേജ് നമ്പർ 246. അപ്പോൾ പേജ് നമ്പർ 246 എടുക്കുക. എപ്പോഴും ഹാർഡ് ആൻഡ് സ്റ്റീൽ ഫോസ്ഫോറസ് കോമ്പിനേഷൻ എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഈ കേസിൽ ഹാർഡ് ആൻഡ് സ്റ്റീൽ ഫോസ്ഫോറസ് തന്നെ എടുക്കാം. 0.549 ആണ്. ഇൻറ്റു 0.549 ഇസ് ഈക്വൽ ടു, അപ്പം d2 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തു. അപ്പോൾ FWൻ്റെ വാല്യൂ കിട്ടും. FWൻ്റെ വാല്യൂ കിട്ടുന്നത് 30140 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ FWൻ്റെ വാല്യൂ കിട്ടി. FW എന്തിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം? ഡൈനാമിക് സ്ട്രെങ്ത് FDയെക്കാട്ടിലും അല്ലെങ്കിൽ FSനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കണം. ഈസ് ഗ്രേറ്റർ ദാൻ FS അല്ലെങ്കിൽ FD, ഏതെങ്കിലും എഴുതാം. ഇവിടെ FS അല്ലേ, അല്ലെങ്കിൽ ഇവിടെ FS എന്ന് എഴുതാം. രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, അത് നൊട്ടേഷൻ മാറുന്നേ ഉള്ളൂ, സെയിം സാധനം തന്നെ. അത് എന്തായാലും ഗ്രേറ്റർ ആണ്. ദെയർഫോർ എന്തെഴുതണം? ഡിസൈൻ ഈസ് സേഫ് എഗെയിൻസ്റ്റ് വിയർ. വിയറിനെതിരെ നമ്മുടെ ഡിസൈൻ സേഫ് ആണ്. ഓക്കെ, സപ്പോസ് നിങ്ങൾ ഈ കെയുടെ വാല്യൂ 0.549 അല്ല, ആ ടേബിൾ ഒന്നുകൂടെ നോക്കി. 0.549 വരെ നിങ്ങൾ ഇവിടെ 0.412 ഇട്ടെന്ന് വെച്ചോ, ഡിസൈൻ ഫെയിൽ ആവും. ഓക്കെ, എപ്പോഴും ഇതെടുത്താൽ മതി. സപ്പോസ് ഡിസൈൻ ഫെയിൽ ആയാലും തൊട്ടടുത്തുള്ള വാല്യൂ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ചുമ്മാ അവിടെ ഇട്ട് പിന്നെ കോംപ്ലക്സ് ഒന്നും ആക്കണ്ട. ഫെയിൽ ആയാൽ തൊട്ടടുത്ത വാല്യൂ ഇട്ട് നോക്കുക, അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, കാര്യം പിന്നെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മോഡ്യൂൾ ഇൻക്രീസ് ചെയ്യുക. മോഡ്യൂൾ ഇൻക്രീസ് ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. പുതിയ ഗാമയൊക്കെ കണ്ടുപിടിച്ചാൽ കോംപ്ലക്സ് ആക്കണം, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ ആവശ്യമില്ലല്ലോ വെറുതെ. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ സപ്പോസ് ഫെയിൽ ആയാൽ കെ ജസ്റ്റ് തൊട്ടടുത്ത വാല്യൂ ഇട്ട് നോക്കുക. സേഫ് ആണെങ്കിൽ അത് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബിയർ സ്ട്രെങ്ത് വരെ ഉള്ള സ്റ്റെപ്പായി. ഇനി അടുത്ത സ്റ്റെപ്പ് 9. സ്റ്റെപ്പ് 9 എന്താണ്? എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. പക്ഷേ നിങ്ങൾ ഇവിടെ ഇക്വേഷൻ ഒന്നും എടുക്കണ്ട. കാര്യം ക്വസ്റ്റ്യനിൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട് 85%. അത് വെറുതെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, എക്സ്പെക്റ്റഡ് എഫിഷ്യൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ചെയ്യേണ്ടത് നിങ്ങളിത് കണ്ടുപിടിച്ചതിന് ശേഷം ഏതാണോ ലോവർ എഫിഷ്യൻസി അത് ബേസ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്നാണ്. നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഇത് തന്നെ എഴുതിയാൽ മതി. ആവശ്യത്തിൽ കൂടുതൽ സ്റ്റെപ്പ് നമ്മൾ അല്ലാണ്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നിരിക്കുന്ന വാല്യൂ തന്നെ യൂസ് ചെയ്താൽ മതി. എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു 85%. ബ്രാക്കറ്റിൽ എഴുതുക ഗിവൺ. ഓക്കെ, ഞാൻ ഇത്രയും പോർഷൻ മാറ്റുവാണ്. നമ്മൾ തീരാറായി പ്രോബ്ലം. അടുത്ത സ്റ്റെപ്പ് 9 അല്ല 9 അല്ലേ, 9 ആയ ഒരു സ്റ്റെപ്പ് ഇവിടെ കൂടിപ്പോയല്ലോ. സോറി, 6 കഴിഞ്ഞ് ഇവിടെ 7, അതിന് ഇവിടെ 8 ആണ് കേട്ടോ. ഇത് 8 ആണ്. ഇവിടെ 9. സ്റ്റെപ്പ് 9 ഹീറ്റ് ജനറേറ്റർ. ഹീറ്റ് ജനറേറ്ററിൻ്റെ ഇക്വേഷൻ നോക്കി എഴുതുക. അൺനോൺസ് എല്ലാം കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഹീറ്റ് ജനറേറ്ററിൻ്റെ പേജ് എടുക്കാം. പേജ് നമ്പർ 227 എടുക്കുക. ഇക്വേഷൻ 12.63a. So heat generated Qg is equal to mu into Fn into Vr divided by cos gamma. ഇവിടെ നമ്മുടെ ഈ ഇക്വേഷനുള്ള ഒന്നുമില്ല. നേരത്തെ ആണെങ്കിൽ മ്യൂവും വിആറും ഒക്കെ ഇവിടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുമായിരുന്നു. ഇവിടെ ഒന്നും കണ്ടുപിടിച്ചില്ല. സോ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. സോ ആദ്യം നമുക്ക് വി ആർ കണ്ടുപിടിക്കും. കാര്യം വി ആർ കണ്ടുപിടിച്ചാലേ മ്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്ക് വി ആർ ആദ്യം കണ്ടുപിടിക്കാം. വി ആർ ഇസ് ഈക്വൽ ടു വി ആർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എടുക്കുക. വി ആർ കണ്ടുപിടിക്കാനായിട്ട് പ്രീവിയസ് പേജ് എടുക്കുക. പേജ് നമ്പർ 226. പേജ് നമ്പർ 226 വി ആർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. വി ആർ ഇസ് ഈക്വൽ ടു പൈ d1 n1 by 1000 കോസ് ഗാമ. ഓക്കെ, ഇതാണ് ഡേറ്റ ഓക്കൽ ഇക്വേഷൻ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നോർമൽ ഇക്വേഷൻ എഴുതാം. പൈ dn by 60, പൈ d1 ക്യാപിറ്റൽ n1 by 60 കോസ് ഗാമ. ഇത് രണ്ടിൽ നിങ്ങൾ ഏത് ചെയ്താലും സെയിം ആൻസർ വരണം. ഇത് ചെയ്താൽ മില്ലിമീറ്റർ പെർ സെക്കൻഡ് കിട്ടും, ഇത് ചെയ്താൽ മീറ്റർ പെർ സെക്കൻഡ് കിട്ടും, അത്രേ ഉള്ളൂ. അതിന് ഏത് കിട്ടിക്കഴിഞ്ഞാലും മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റി തന്നെ ചെയ്യണം. ഓക്കെ, ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഡേറ്റ വീക്ക് കിടക്കുന്ന ഇക്വേഷൻ ഇതാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, ചെറിയ കൺവേർഷൻ വ്യത്യാസമുള്ളൂ. ഒരാൾ എൻ്റെ അടുത്ത് ഡൗട്ടായിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ഞാൻ ഇത് തന്നെ, പക്ഷേ n1 ഡിവൈഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ ഇറ്റ്സ് ഈക്വൽ ടു പൈ ഇൻറ്റു സ്മോൾ d1 120
ഇൻറ്റു N1 സ്മോൾ N1 ആണ്, അത് RPS ക്യാപിറ്റൽ N1 ഡിവൈഡഡ് ബൈ 60 ആണ്. 1440 ഡിവൈഡഡ് ബൈ 60 ആണ് സ്മോൾ N1 ഡിവൈഡഡ് ബൈ 1000 കോസ് ഗാമ 5.71. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി കിട്ടുന്നത് 9 പോയിന്റ് സംതിങ് ആണ്. പേപ്പറോടെ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടുന്നത് VR കിട്ടുന്നത് 9.092 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ VR കിട്ടി. VR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മ്യൂവിനെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ഈ VR കണ്ടുപിടിച്ച ഇക്വേഷൻ തൊട്ട് മുകളിൽ കിടപ്പുണ്ട് ഇക്വേഷൻ. പേജ് നമ്പർ 226 തന്നെ 2 ഇക്വേഷൻ. 0.2നും 2.75നും ഇടയ്ക്കാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ. നമുക്ക് 9 ഉണ്ട്, അപ്പോൾ 2.75നേക്കാൾ ഗ്രേറ്റർ സെക്കൻഡ് ഇക്വേഷൻ. സോ മ്യൂ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? മ്യൂ ഈസ് ഈക്വൽ ടു 0.025 പ്ലസ് 3.281 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു VR. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ VR തൊട്ട് മുമ്പ് കിട്ടിയിട്ടുണ്ട്, എല്ലായിടത്തും ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി. 0.025 പ്ലസ് 3.281 ഡിവൈഡഡ് ബൈ 1000 VR എത്ര? 9.092. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂ കിട്ടും 1നേക്കാൾ ചെറുതായിരിക്കണം. ചിലപ്പോൾ കാൽക്കുലേറ്ററിലൊക്കെ ചെയ്യുമ്പോൾ തെറ്റ് വരും, അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും 1നേക്കാൾ ചെറുതാണെങ്കിൽ ഏകദേശം അത് കറക്റ്റ് ആയിരിക്കും. മ്യൂവിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.0548 എന്ന് കിട്ടും. 0.058 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മ്യൂ കിട്ടി, VR കിട്ടി. ഇനി FN കിട്ടിയത്. FN കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. FN കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പേജ് നമ്പർ 225 ഇക്വേഷൻ 12.56K ഇക്വേഷൻ എഴുതുക. FN ഈസ് ഈക്വൽ ടു ഇത്ര ടൈം നമുക്ക് ഇത്ര എഴുതുക. സൈൻ തീറ്റയും ക്യാൻസൽ ആയി പോകും, അപ്പോൾ FN ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ കിട്ടും. FN ഈസ് ഈക്വൽ ടു FT ഡിവൈഡഡ് ബൈ കോസ് തീറ്റ കോസ് ഗാമ മൈനസ് മ്യൂ സൈൻ ഗാമ. കോസ് തീറ്റ കോസ് ഗാമ മൈനസ് മ്യൂ സൈൻ ഗാമ കറക്റ്റാണ്. അപ്പോൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. FTയുടെ വാല്യൂ ഇത് ഇവിടെ കിട്ടി 18348 ഇസ് ഈക്വൽ ടു 1. നമുക്ക് താഴോട്ട് എഴുതാം. 1834.877 ഹോൾ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ലേ? കണ്ടുപിടിച്ചില്ലായിരുന്നോ? തീറ്റ കണ്ടുപിടിച്ചിട്ടില്ല. തീറ്റ കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. തീറ്റ കണ്ടുപിടിക്കാനായിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇതെല്ലാം. എഫിഷ്യൻസി ക്വസ്റ്റ്യൻ തന്നോണ്ട് നമ്മളതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. സോ തീറ്റയുടെ വാല്യൂ എടുക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, പേജ് നമ്പർ 224. നമ്മുടെ 224 ഇക്വേഷൻ ടാൻ തീറ്റ ഇസിക്കൽ ടു ടാൻ ആൽഫ കോസ് ഗാമ. ഓക്കെ, നമുക്ക് ഞാനിവിടെ സൈഡിൽ എഴുതാം. ടാൻ തീറ്റ ഇസിക്കൽ ടു ടാൻ ആൽഫ കോസ് ഗാമ ഉണ്ടോ? ടാൻ തീറ്റ ഇസിക്കൽ ടു ടാൻ ആൽഫ കോസ് ഗാമ. ആൽഫ 14.5, ഗാമ 5.71. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത് ടാൻ ഇൻവേഴ്സ് എടുത്ത് ആൻസർ കിട്ടും. തേർഫോർ തീറ്റ ഞാനിവിടെ വെറുതെ എഴുതുന്ന സ്റ്റെപ്പ് എഴുതുന്നില്ല. തീറ്റയുടെ വാല്യൂ നമ്മുടെ ആൽഫയ്ക്ക് അടുത്തുള്ള ഒരു വാല്യൂ തന്നെ കിട്ടും. തീറ്റയുടെ വാല്യൂ കിട്ടുന്നത് 14.43 എന്ന് കിട്ടും. 14.43 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തീറ്റ ആൽഫയ്ക്ക് അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അത് നിങ്ങൾ ഒരു ക്ലൂ ആണ്. തീറ്റ ഒരു 25-30 ഒന്നും കിട്ടത്തില്ല. ആൽഫ എത്രയാണ്? 14.5 ഡിഗ്രി. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ആൽഫ 14.5 ഡിഗ്രി. അതിന് അടുത്തുള്ളൊരു വാല്യൂനെ കിട്ടി. മുമ്പ് ചെയ്ത പ്രോബ്ലം പോയി നോക്കിയാൽ മതി, അതിന് ഏകദേശം അടുത്തുള്ള വാല്യൂനെ കിട്ടും. അപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ 14.43 ഇൻറ്റു കോസ് ഗാമ 5.71 മൈനസ് മ്യൂ 0.0548 ഇൻറ്റു സൈൻ ഗാമ 5.71. സോൾവ് ചെയ്യുമ്പോൾ FNൻ്റെ വാല്യൂ കിട്ടും. FNൻ്റെ വാല്യൂ കിട്ടുന്നത് 1915 എന്ന് കിട്ടും. 19,151.89 ന്യൂട്ടൺ എന്ന് കിട്ടും. 19,151.89 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പം നമുക്ക് FN കിട്ടി. അപ്പോൾ ഈ VRും മ്യൂ FN എടുത്ത് മോളിൽ കൊടുത്താൽ QG കിട്ടും. ഓക്കെ, IC എഞ്ചിനൊക്കെ വരുമ്പോഴാണ് ഈ രണ്ട് ബോർഡ് ഉണ്ടെങ്കിലും എഴുതിയിരുത്തില്ല. അതൊക്കെ എളുപ്പമാണ്.
ഓക്കെ, അപ്പോൾ ഈ 3 വാല്യൂസ് എടുത്ത് ഈക്വേഷൻ ഇട്ട് കൊടുക്കുക, ആൻസർ കിട്ടും. QG ഈസ് ഈക്വൽ ടു മ്യൂവിൻ്റെ വാല്യൂ എത്ര? 0.0548 ഇൻറ്റു എഫിൻ്റെ വാല്യൂ എത്ര? 19151.89. അപ്പോൾ FN അടുത്ത ആരാണ്? വിആറിൻ്റെ വാല്യൂ എത്ര? 9.092 ഇൻറ്റു 9.092 the whole divided by cos gamma cos 5.71. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റ് ജനറേറ്ററിൻ്റെ വാല്യൂ കിട്ടുന്നത് 9589 കിട്ടും. 9589.85 വാട്ട്സ് എന്ന് കിട്ടും. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് കിട്ടും. ഇനി എന്ത് കണ്ടുപിടിക്കും? ഹീറ്റ് ഡെസിപ്പേറ്റഡ് കണ്ടുപിടിക്കും. അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 10, ഹീറ്റ് ഡെസിപ്പേറ്റഡ്. ഹീറ്റ് ഡെസിപ്പേറ്റഡ് കണ്ടുപിടിക്കാനായിട്ട് QD ഇക്വേഷൻ, ഈ QG ഇക്വേഷൻ്റെ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, ഇനിയാണ് ഈ ക്വസ്റ്റനിലെ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മളടുത്ത് ഏരിയ റിക്വയർഡ് ഫോർ കൂളിംഗ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റനിൽ ലാസ്റ്റ് സെൻറ്റൻസിന് തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് കൂളിംഗ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. കൂളിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ AG + AW ആണ് കൂളിംഗ് ഏരിയ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കി, ഡേറ്റ വർക്കിൽ ഇക്വേഷൻ നോക്കി, നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടല്ലോ Q കണ്ടുപിടിക്കാനായിട്ട്. 12.63Bയും 12.63Cയും. ഇതിൽ ഏത് ഇക്വേഷൻ വരും? സ്വാഭാവികമായും ΔT ക്വസ്റ്റൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ആ ഇക്വേഷൻ ഉപയോഗിക്കരുത്. കാരണം ക്വസ്റ്റനിൽ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, ഏരിയ കണ്ടുപിടിക്കാൻ താഴെ ഇക്വേഷനിൽ AG AW, ആ ഇക്വേഷനിട്ട് ഏരിയ കണ്ടുപിടിച്ചാൽ പറയും. അങ്ങനെ കണ്ടുപിടിക്കരുത്. നമ്മുടെ കണ്ടീഷനിലുള്ള ഏരിയ ആണ് ചോദിക്കുന്നത്. ഈ വർക്കിംഗ് കണ്ടീഷൻ, ഈ എഫിഷ്യൻസിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഏരിയ ഓഫ് കൂളിംഗ് എത്ര വേണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനകത്തുള്ള AG AW ചുമ്മാ എഴുതി വയ്ക്കരുത്, അതല്ല ആൻസർ. കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ഇക്വേഷൻ Q = വെച്ച് ഹീറ്റ് ഡെസിപ്പേറ്റഡ് കണ്ടുപിടിക്കുക. ആ Q എടുത്ത് താഴെ ഇട്ട് കൊടുക്കുക, ΔT ഇട്ട് കൊടുക്കുക. അപ്പോൾ AG + AW വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ഏരിയ ഓഫ് കൂളിംഗ്. ഓക്കെ, സോ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. QD = ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക, 1000 × പവർ × kW × 1 - η. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ 1000 × പവർ 22.4 × 1 - 85%. അപ്പോൾ 85/100 അല്ലെങ്കിൽ 0.85 എന്ന് എഴുതുക. സോൾവ് ചെയ്യുമ്പോൾ Q ഡെസിപ്പേറ്റഡ് കിട്ടും. Q ഡെസിപ്പേറ്റഡ് കിട്ടുന്നത് 3375 എന്ന് കിട്ടും. 3375 വാട്ട്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഹീറ്റ് ഡെസിപ്പേറ്റഡ് കിട്ടി. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ കൂളിങ്ങിൻ്റെ കാര്യം കൂടെ എഴുതാം. എമൗണ്ട് ഓഫ് ആർട്ടിഫിഷ്യൽ കൂളിംഗ് റിക്വയർഡ്. എമൗണ്ട് ഓഫ് ആർട്ടിഫിഷ്യൽ കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷൻ എഴുതുക. ഏതാണ് വലുത്? QG ആണ് വലുത്. QG ഈസ് ഗ്രേറ്റർ ദാൻ QD. QG QDയേക്കാളും ഗ്രേറ്റർ ആണ്. Therefore ആർട്ടിഫിഷ്യൽ കൂളിംഗ് ഈസ് റിക്വയർഡ്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ കൂളിംഗ് റിക്വയർഡ് ആണ്. എമൗണ്ട് ഓഫ് ആർട്ടിഫിഷ്യൽ കൂളിംഗ് = QG - QD എന്ന് പറയുമ്പോൾ എത്ര വരും? ഇങ്ങോട്ട് മാറ്റി എഴുതാം. 9589.85 - 3375 ചെയ്യുമ്പോൾ വാല്യൂസ് കിട്ടും. എത്ര കിട്ടും? 6000 സംതിങ് കിട്ടും. 6214.85 വാട്ട്സ്. ഇത്രയാണ് കൂളിംഗ് എമൗണ്ട്. ഇത്രയും ഹീറ്റ് ഇത് ജനറേറ്റ് ആവുന്ന എക്സസ് ഹീറ്റാണ്. ഇത്രയും ഹീറ്റിന് നമ്മൾ ആർട്ടിഫിഷ്യലി തണുപ്പിക്കണം. തനിയെ ഡെസിപ്പേറ്റ് പോകാതെ ബാക്കി വരുന്ന ഹീറ്റാണിത്. ഓക്കെ, ഇനിയാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം. എന്തുവാണ്? ഏരിയ, കോൺടാക്ട് ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചത്. എത്ര ഏരിയ കൂളിംഗ് കൊടുക്കണമെന്ന് അത് കണ്ടുപിടിക്കാനായിട്ട് ഈ Qൻ്റെ തൊട്ട് താഴത്ത് അടുത്ത Qൻ്റെ ഇക്വേഷൻ എഴുതുക. അതിനൊരു ഹെഡിങ് എഴുതാം, ഏരിയ ഓഫ് കൂളിംഗ്. ഓക്കെ, ഏരിയ ഓഫ് കൂളിംഗ് കണ്ടുപിടിക്കാനായിട്ട് QD ഇക്വേഷൻ എഴുതാം. നമ്മൾ ഈ കണ്ടുപിടിച്ച ഇക്വേഷനെ തൊട്ട് താഴത്തെ ഇക്വേഷൻ തന്നെ നോക്കിയാൽ മതി. = 0.407 / 1000 × AG + AW × T2 - T1. ഓക്കെ, T2 - T1 തന്നിട്ടുണ്ട്. QD അറിയാം. അപ്പോൾ AG + AW കിട്ടും. QDയുടെ വാല്യൂ എന്ത് ഇട്ട് കൊടുക്കണം? നമ്മൾ ഈ കണ്ടുപിടിച്ച QD ഇട്ട് കൊടുക്കുക, 3375. അപ്പോൾ എഴുതാം 3375 = 0.407 / 10⁻³ × AG + AW
ഇൻറ്റു ഡെൽറ്റ ടി തന്നിട്ടുണ്ട് 40, ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ഡെൽറ്റ ടി 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് എ ജി പ്ലസ് എ ഡബ്ല്യു കിട്ടും. ദെയർ ഫോർ എ ജി പ്ലസ് എ ഡബ്ല്യു ഇസ് ഈക്വൽ ടു, അതിൻ്റെ വാല്യൂ കിട്ടുന്നത് 207,309 207,309.5 millimeter square. Okay, so 207,309.5 millimeter square. 2 ലക്ഷം മില്ലിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ കൂളിങ്ങിനുള്ള ഏരിയ. 2 ലക്ഷമൊക്കെ വരുമെന്ന് ആലോചിക്കരുത്, മില്ലിമീറ്റർ സ്ക്വയറിലാണ്. മീറ്ററിലോട്ട് മാറ്റി കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ ഓഫ് കൂളിംഗ്. സപ്പോസ് നിങ്ങൾ ഏരിയ ഓഫ് കൂളിംഗ് എ ജിക്ക് എ ഡബ്ല്യൂക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ വഴി കണ്ടുപിടിച്ചെന്ന് വെച്ചോ, ഇത് തന്നെ വരത്തില്ല. ഓക്കെ, വേറെ ആയിരിക്കും കിട്ടുന്നത്. സോ അങ്ങനെ എഴുതി വെക്കരുത്. എ ജി എ ഡബ്ല്യു ഇക്വേഷൻ ഉണ്ട്, ഡേറ്റ ബുക്കിലോ ടേബിളിലൊക്കെ പോയി എ ജി മറ്റേത് 5/4 d², അങ്ങനെയൊന്നും എഴുതി വെക്കരുത്. ഓക്കെ, ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. കാരണം ക്വസ്റ്റ്യനിൽ കണ്ടീഷൻസ് പറഞ്ഞുണ്ട് 85% എഫിഷ്യൻസി ഉള്ളൂ, അപ്പോൾ എത്ര ഏരിയക്ക് കൂളിംഗ് വരണം, മനസ്സിലായോ? സോ ഇങ്ങനെ വേണം സോൾവ് ചെയ്യാനായിട്ട് ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് കുറച്ച് പേരെങ്കിലും ട്രൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യുക. തെറ്റിയാലും കുഴപ്പമില്ലല്ലോ, സൊല്യൂഷൻ ഞങ്ങളുടെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം കേരള യൂണിവേഴ്സിറ്റി 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ തൽക്കാലം ഹോം കയറി സോൾവ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. എനിക്ക് മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ വിളിച്ച് പറയുകയോ ചെയ്താൽ മതി. എൻ്റെ വേറെ യൂണിവേഴ്സിറ്റിയിൽ ഒന്നും എൻ്റെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും മോം ഗിയർ ഇല്ല. എല്ലാത്തിലും ബിവലും ഹെലിക്കലും സ്പറാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. KT 2 തവണ സ്പർ ചോദിച്ചിട്ടുണ്ട്. സ്പർ വരാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗിയറാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും, മോഡ്യൂൾ 5 ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, ഈ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.